നമസ്കാരം. ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ ഒരു കാർ ചെറിയ വിലയ്ക്ക് എന്ന പരസ്യവാചകവുമായി നിസാൻ ഇന്ത്യ 2020 ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അവതരിപ്പിച്ച കോമ്പാക്ട് SUV ആണ് നിസാൻ മാഗ്നൈറ്റ്. 33 വേരിയന്റുകളിൽ ഈ വാഹനം ഇന്ന് ഇന്ത്യൻ വിപണിയിലുണ്ട്. 2 എഞ്ചിൻ ഓപ്ഷനിലാണ് ഈ വാഹനം ലഭിക്കുന്നത്. ടർബോ പെട്രോളിലും സാധാരണ പെട്രോളിലും ഈ വാഹനം ലഭിക്കുന്നുണ്ട്. 2020 നിസാൻ ഇന്ത്യ ഈ വാഹനം അവതരിപ്പിച്ചത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കിടിലൻ സ്റ്റൈലിഷ് SUV ആയിട്ടും അതുപോലെ തന്നെ 5 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ ബേസ് വേരിയന്റിന് ജനങ്ങൾക്ക് നൽകാം എന്ന ഒരു വലിയ വില പ്രഖ്യാപനവുമായിരുന്നു. അത് ഹിറ്റായി എന്ന് തന്നെ വേണം പറയാൻ. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഈ വാഹനം 1 ലക്ഷം യൂണിറ്റ് വിറ്റുപോയി. അത് നിസാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കണക്കാണ്. കാരണം ഈ ജാപ്പനീസ് കാർ മേക്കർ ഇന്ന് ഇന്ത്യയിൽ വിൽപ്പനയിൽ വെച്ചിരിക്കുന്ന ഏക വാഹനമാണ് ഈ കോമ്പാക്ട് SUV. ഒറ്റ വാഹനം കൊണ്ട് കടുത്ത മത്സരമുള്ള SUV സെഗ്മെന്റിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കുക, ഇത്രയും വേരിയന്റുകൾ അവതരിപ്പിക്കുക, അതുപോലെ തന്നെ വിവിധ എഞ്ചിൻ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എഞ്ചിൻ ട്രാൻസ്മിഷനിലും അവർ ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കൊരു സ്റ്റൈലിഷ് വലിയ കാർ വേണം ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു വില 6 ലക്ഷം രൂപ മുതൽ 11.5 ലക്ഷം രൂപ വരെയാണ്. ഈ വാഹനം മാനുവൽ ട്രാൻസ്മിഷനിലും കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ CVTയിലും അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനിലും AMTയിലും ലഭിക്കും. നിസാൻ ഇന്ത്യ നിസാൻ മാഗ്നൈറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ ടർബോ പെട്രോളിൽ ഇത്തരം പതിപ്പുകളെല്ലാം തന്നെയും അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പെട്രോൾ പതിപ്പിൽ അവർ ഒരു AMT അവതരിപ്പിക്കുന്നത് 2023 അപ്പോൾ ആ വാഹനമാണ് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത്. ശരിക്കും നഗരയാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കരുത്ത് 72 HP മാത്രമാണ്. അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് നിസാൻ മാഗ്നൈറ്റിൻ്റെ 33 വേരിയൻറ്റുകളിൽ ഏറ്റവും ചൂസ് ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഈ ഇസഡ് ഷിഫ്റ്റ് എന്ന പേരോട് കൂടിയിട്ടുള്ള 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിലുള്ള AMT പതിപ്പെന്ന് പറയാം. ഇത് ഈ വാഹനം 1 മാസമായി ഞാൻ ഈ വാഹനം ഓടിച്ച ശേഷമുള്ള ഒരു വിലയിരുത്തലാണ്. വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുദ്ധിപൂർവമായ വിലയിടൽ തന്നെയാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയാം. 2 എഞ്ചിൻ ഓപ്ഷനുകൾ, ഇഷ്ടംപോലെ ട്രാൻസ്മിഷനുകൾ, അതുപോലെ തന്നെ 33 വേരിയന്റുകൾ, വലിയ കാർ, കിടിലൻ ലുക്ക്, ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസ്, എവിടെ കൊണ്ടിട്ടാലും ജനങ്ങൾ നോക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായ കളർ ഓപ്ഷനുകളിൽ, ഡ്യുവൽ ടോൺ ഓപ്ഷനുകളിൽ ഒക്കെ തന്നെയും ഈ വാഹനം ലഭ്യമാണ്. ഒറ്റയൊരു വാഹന മോഡൽ കൊണ്ട് 3.5 വർഷത്തോളം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുക എന്നത് വലിയൊരു സംഗതി തന്നെയാണ്. 2024 ഫെബ്രുവരി 1 ലക്ഷം നിസാൻ മാഗ്നൈറ്റ് വിറ്റു എന്നത് അഭിമാനത്തോടെയാണ് അവർ നോക്കിക്കാണുന്നതും. റെനോ കൈഗർ, ഹ്യുണ്ടായി എക്സ്റ്റർ, മാരുതി സുസുക്കി ഫ്രോൺസ്, ടാറ്റ പഞ്ച്, അതുപോലെ തന്നെ ടാറ്റ നെക്സോൺ, ബെലനോ, വെന്യൂ, അതുപോലെ തന്നെ ട്രൈബർ, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ വാഹനത്തോട് ശരിക്കും പറഞ്ഞാൽ നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ കോമ്പീറ്റ് ചെയ്യുന്നത്. ഇത്തരം വാഹനങ്ങളെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫീച്ചറുകൾ കൊണ്ടും അതിൻ്റെ ഒരു ലുക്ക് കൊണ്ടും വില കൊണ്ടും ഈ വാഹനത്തിലേക്ക് ആകർഷണീയത വരുന്നു. ഒരു മധ്യവർഗ ഫാമിലിക്ക് വലിയ ഒരു കാർ വേണം, ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസ് വേണം, നല്ല സ്റ്റൈലിഷ് ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വാഹനത്തിലേക്ക് വരുന്നതും ഈ വാഹനം ഇത്രയധികം നമ്മൾ റോഡിൽ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം. എന്തായാലും എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ബിഗ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന നിസാനിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിനെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇതിൻ്റെ മുന്നിൽ ഏറ്റവും ആകർഷണീയതയായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഡോമിനേറ്റിംഗ് ഗ്രില്ലാണ്. അതോടൊപ്പം തന്നെ വളരെ സ്ലീക്കായിട്ടുള്ള ബൈ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പുകളാണ് വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. LED ടേൺ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. L ഷേപ്ഡ് LED DRLs ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ LED ഫോഗ് ലാമ്പുകളും വന്നിട്ടുണ്ട്. മുന്നിലെ ഈ മനോഹരമായിട്ടുള്ള ഗ്രില്ലിനെ കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് ക്രോം എലിമെന്റ് വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. സിൽവർ പ്ലേറ്റഡ് സ്കിഡ് പ്ലേറ്റ് ആണ് മുൻഭാഗത്തെ മറ്റൊരു ആകർഷണീയത. മുൻഭാഗത്തെ കാഴ്ച കൊണ്ട് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡാണ്, വളരെ ബിഗ് ആണ് നിസാൻ മാഗ്നൈറ്റ് എന്നുള്ളതാണ്.
ഈ വാഹനത്തിൻ്റെ ബമ്പറിലായിട്ട് അവർ കുറേ ക്യാരക്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്, വളരെ ഷാർപ്പ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സൈഡിലേക്ക് വരികയാണെങ്കിൽ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വീൽ ആർച്ചാണ് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ച് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിനെ എങ്ങനെയൊക്കെ വലിയൊരു SUV സ്വഭാവം കാണിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും നിസാൻ ഇന്ത്യ അതിൻ്റെ ഒരു ഡിസൈൻ ടീം നന്നായി ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. നിസാൻ മാഗ്നൈറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ ആയിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ഓപ്ഷനിലുള്ള വാഹനമാണ്. അപ്പോൾ അതിൻ്റെ അപ്പർ പോർഷൻ ബ്ലാക്ക് ആണ്. അതോടുകൂടിയിട്ട് ആ ഒരു ORVM ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. വിൻഡോ ലൈൻ എല്ലാം ക്രോം ആക്കിയിരിക്കുന്നു. ഡോർ ഹാൻഡിൽസും ക്രോം ആയിട്ടുണ്ട്. 205 ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു മാസക്കാലമായിട്ട് ഈ വാഹനം ഓടിക്കുമ്പോൾ വലിയ ബമ്പുകളിലും കുഴികളിലും അതുപോലെ തന്നെ വലിയ കുത്തനെയുള്ള ഇറക്കങ്ങളിലും ഒക്കെ തന്നെ ഈ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും വാഹനത്തിൻ്റെ ഒരു SUV സ്വഭാവം നമുക്ക് എവിടെയും ഈ വാഹനത്തെ കൊണ്ടുപോകാം. കാരണം ഇത്രയും മികച്ച ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നിസാൻ മാഗ്നൈറ്റിനുള്ളത്. സൈഡുകളുടെ ഡോറുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ സിൽവർ പ്ലേറ്റഡ് ക്ലാഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 40 ലിറ്റർ ആണ്. അതേപോലെ തന്നെ ഈ 386 ലിറ്റർ കാർഗോ സ്പേസ് ആണ് ഈ വാഹനത്തിനുള്ളത്. അതായത് ഇഷ്ടംപോലെ സ്പേസ്. അതുപോലെ 60/40 സ്പ്ലിറ്റും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പാണ് നിസാൻ മാഗ്നൈറ്റിന് കൊടുത്തിരിക്കുന്നത്. സ്പോയിലർ വന്നിട്ടുണ്ട്. നിസാൻ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. മാഗ്നൈറ്റ് എന്ന് പറയുന്നത് ബാഡ്ജിങ്. നമ്മളോടൊപ്പം ഉള്ള വാഹനത്തിൻ്റെ EZ ഷിഫ്റ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെയായിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽവർ പ്ലേറ്റഡ് സ്കിഡ് പ്ലേറ്റുകൾ വന്നിട്ടുണ്ട്. നിസാൻ മാഗ്നൈറ്റിൻ്റെ ഇൻറ്റീരിയർ ബ്ലാക്ക് തീംഡ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡോർ പാനൽസിൽ ക്ലോത്ത് മെറ്റീരിയലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് യൂട്ടിലിറ്റി സ്പേസസ് ഒക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ സീറ്റുകൾ ശരിക്കും ഇതിൻ്റെ സ്റ്റിച്ച് ആണെങ്കിലും അതിൻ്റെ ഒരു ഭംഗിയാണെങ്കിലും ഒക്കെ തന്നെ മികച്ചതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. അതായത് കപ്പിൾ ഡിസ്റ്റൻസ്, അതായത് ഡ്രൈവറുടെ സീറ്റും കോ ഡ്രൈവറുടെ സീറ്റും തമ്മിലുള്ള അകലം 700 mm ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിനകത്തെ ഓരോ യാത്രക്കാർക്കും വളരെ റിലാക്സ് ചെയ്തിരിക്കാം. നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോവുകയാണെങ്കിലും ബെസ്റ്റ് ഹെഡ് റൂമും ബെസ്റ്റ് നീ റൂമും ഒക്കെ തന്നെയും ഉണ്ട്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ കോമ്പാക്ട് ഡിസൈനിലുള്ള സ്റ്റിയറിംഗ്, ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലാണ്. അതോടൊപ്പം തന്നെ ഡീക്കഡ് സ്റ്റിയറിംഗ് വീലാണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെയും സ്റ്റിയറിംഗ് മൗണ്ടഡ് ആണ്. അതേപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം 20.23 സെന്റിമീറ്റർ വലിപ്പവും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 17.78 സെന്റിമീറ്ററും വലിപ്പമുള്ളതാണ്. ഇതിനകത്തേക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ അവർ നൽകിയിട്ടുണ്ട്. വാഹന ഉടമകളുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും കൺവീനിയൻസിനും വേണ്ടി നിസാൻ കണക്ട് ആപ്പ് ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. 50-ലധികം കണക്റ്റഡ് ഫീച്ചേഴ്സ് ആണ് അതിലേക്ക് നൽകിയിരിക്കുന്നത്. AC വെന്റുകൾ ക്രമീകരിക്കാനുള്ള നോബുകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെതെന്ന് പറയാം. ശരിക്കും ഇതിൻ്റെ ഈ ഒരു പോർഷൻ, ഈ സെൻട്രൽ കൺസോളിൻ്റെ മൊത്തത്തിലുള്ളത് ശരിക്കും ഡ്രൈവറെ ഫോക്കസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ്. ക്രോം ഒരു സർക്കുലർ ഡിസൈൻ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് AMT വാഹനമാണ്. അതിൻ്റെ ഗിയർ നോബ് ആണെങ്കിലും ക്യൂട്ടാണ്. ഇവിടെ നല്ല യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം തന്നെയും ചാർജിങ് സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ന്യൂനതയായിട്ട് തോന്നിയത് ഈ ഹാൻഡ് റെസ്റ്റ് ആണ്. ഇത് ശരിക്കും നമുക്ക് സ്ലൈഡ് ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും ഇല്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ നീളം ഒക്കെ ഉള്ളവർക്ക് സീറ്റുകൾ നന്നായി ബാക്കിലേക്ക് വലിച്ചിടുമ്പോൾ ഇത് ഉപകാരപ്രദമായി തോന്നും. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് യാത്രയിൽ ഒരിക്കലും അതൊരു ഗുണം ചെയ്തില്ല. ഡാഷ്ബോർഡ് ഡിസൈൻ അല്പം ഉയരത്തിലാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മാനുവലി ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം റോഡ് ക്ലിയറൻസ് അല്ലെങ്കിൽ റോഡിലേക്കുള്ള വിസിബിലിറ്റി ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. പിൻനിര വിശാലമാണെന്ന് തന്നെ പറയുന്നു. മുൻ സീറ്റുകൾ മാക്സിമം പിന്നിലേക്ക് ഇട്ടിരിക്കുന്നു.
വരികയാണ്. എന്നാൽ പോലും ലെഗ് റൂമുണ്ട്, നല്ല ഹെഡ് റൂമും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 പേർക്ക് വിശാലമായിട്ടിരിക്കാൻ പറ്റുന്ന പിൻനിരയാണ്. ഇതിനകത്തേക്ക് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഫോണുകളൊക്കെ പ്ലേസ് ചെയ്യാൻ ഇവിടെ ഒരു പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. 4 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് ആണ് മൊത്തത്തിലുള്ളത്. 4ഉം സ്ലൈഡിംഗ് ആണ്. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് സീറ്റുകൾ കൊടുത്തത് കൊണ്ട് തന്നെ ശരിക്കും ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ അഴുക്കാകുകയില്ല. ഡോർ പാനൽസിലാണെങ്കിലും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഓഡിയോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിഷ്ഡ് അലൂമിനിയത്തിലുള്ള ഹാൻഡിൽസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. റിയർ AC വെന്റുകളും ചാർജിംഗ് സോക്കറ്റും ഒക്കെയും നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ സേഫ്റ്റിയെ കുറിച്ചിട്ട് വലിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് നേടിയ വാഹനമാണ് ഇത്. ഇതിനകത്തേക്ക് ABS ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഒരുപാട് ഗുണം ചെയ്ത ഒരു കാര്യമാണ്. വലിയ മഴയാണ്, റോഡുകളിലൊക്കെ ചെളിയുണ്ട്, വലിയ കുഴികളുണ്ട്. അപ്പോൾ സ്ലിപ്പറി റോഡുകളിൽ ഇതിനകത്തേക്ക് ഈ വാഹനം നൽകിയത് ബെസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ ആണ്. അപ്പം നമുക്ക് വളരെ സുഖമായി തന്നെ വിശ്വസിച്ച് ഈ വാഹനത്തെ കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ വളരെ മികച്ചതായിട്ടുണ്ട്. അപ്പോൾ സ്ലിപ്പറി റോഡ്സ്, അതേപോലെ തന്നെ വലിയ കർവുകൾ, ഓവർ സ്പീഡുകളിൽ ഒക്കെ തന്നെയും നമുക്ക് മികച്ച സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നുണ്ട്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് മികച്ച കാര്യമായിട്ട് തന്നെ ഞാൻ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച വലിയ വിസിബിലിറ്റി ഒന്നും അവകാശപ്പെടാനില്ലെങ്കിൽ പോലും റിവേഴ്സ് ക്യാമറയുണ്ട്, സെൻസറുണ്ട്, 360 ഡിഗ്രി ക്യാമറ ഒക്കെ തന്നെയും അവർ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം വീണ്ടും പറയുന്നു, ചെറിയ വിലയ്ക്ക് വലിയ സൗകര്യങ്ങളുള്ള വലിയ കാറാണ് നിസാൻ മാഗ്നൈറ്റ്. വാഹനത്തിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. 1 മാസത്തിലേറെയായി നിസാൻ മാഗ്നൈറ്റിന്റെ സാധാരണ പെട്രോളിലുള്ള ഓട്ടോമാറ്റിക് പതിപ്പ് ഓടിക്കാൻ തുടങ്ങിയിട്ട് 1000-ലേറെ കിലോമീറ്റർ താണ്ടുകയും ചെയ്തു. വാഹന നിർമ്മാതാക്കൾ പറയുന്നത് 19.35 കിലോമീറ്ററാണ് ഈ വാഹനത്തിന്റെ ഇന്ധനക്ഷമത എന്ന് പറയുന്നു. നഗരത്തിലൂടെ ഓടിച്ചു, ഇടുങ്ങിയ വഴികളിലൂടെ ഓടിച്ചു, ഗ്രാമങ്ങളിലൂടെ ഓടിച്ചു, വളരെ തിരക്കേറിയ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൂടെ, ഹൈവേയിലൂടെ ഒക്കെ തന്നെ ഓടിച്ചു. ശരിക്കും എനിക്ക് കിട്ടിയ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-17 ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ 1000 കിലോമീറ്ററും ഓടിച്ചതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നഗരയാത്രയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് പതിപ്പാണ് ഈ കോമ്പാക്ട് SUV, അതായത് നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയാം. ക്ലച്ച് ചവിട്ടി ബുദ്ധിമുട്ടാതെ വളരെ സ്മൂത്തായിട്ട് ഈ വാഹനം കൊണ്ടുപോകാം. ഹൈവേയിലെ കാര്യം പറയുകയാണെങ്കിൽ ഓവർടേക്കിങ്ങിനൊന്നും ശ്രമിക്കാതെ, ഉയർന്ന സ്പീഡുകളിലേക്കൊന്നും പോകാതെ ഈ വാഹനം മര്യാദയ്ക്ക്, അതായത് ഇതിന് 72 HP കരുത്ത് മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കി ഓടിച്ചാൽ മികച്ച വാഹനം എന്ന് പറയാം. പിന്നെ സഡൻ ബ്രേക്കിംഗ് കഴിഞ്ഞ ശേഷം 0-ൽ നിന്നും സ്പീഡ് എടുക്കാൻ അല്പത്തെ കാലതാമസം നേരിടുന്നുണ്ട്. NVH ലെവൽ ഒക്കെ തന്നെ ഈ വിലയ്ക്ക് കിട്ടുന്ന വലിയ മികച്ചതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് അനുഭവപ്പെട്ട ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി, അതായത് ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ അല്പം ഉയരത്തിലാണ്. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാൽ പോലും മാക്സിമം ഹൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ഇത്രയും, ഇതിപ്പോൾ വിജനമായ റോഡാണ്, അപ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല. അല്ലാത്തപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്നാലും മികച്ചൊരു വാഹനമാണെന്ന് തന്നെ തീർച്ചയായിട്ടും പറയും. വലിയ സ്പീഡിലേക്ക് പോകണം, ഓവർടേക്കിംഗ് സാധ്യമാണോ എന്നൊക്കെ തോന്നുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വാഹനം മാറ്റാവുന്നതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുറഞ്ഞ വിലയിൽ ഒരു വലിയ വാഹനം കിട്ടുന്നു. 6 ലക്ഷം രൂപ മുതൽ 11.5 ലക്ഷം രൂപ വിലയിൽ 33 വേരിയന്റുകളിൽ 2 എഞ്ചിൻ ഓപ്ഷനുകളിൽ ഇഷ്ടംപോലെ ട്രാൻസ്മിഷനുകളിൽ ഒക്കെ തന്നെയും നിസാൻ മാഗ്നൈറ്റ് ലഭിക്കും. മാന്യമായ വിലയ്ക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV വേണമെങ്കിൽ നിസാൻ മാഗ്നൈറ്റ് ഒരു മികച്ച ചോയ്സ് ആണെന്ന് എല്ലാ അർത്ഥത്തിലും പറയുന്നു. ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മികച്ച ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ റൈഡിംഗ് കംഫർട്ട് ഉണ്ട്, അതുപോലെ സേഫ്റ്റിയിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുകളും ഉണ്ട്. കാണാൻ നല്ല മിടുക്കനുമാണ് ഈ കാർ. അപ്പം മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.